അദ്ദേഹം ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ആ സംഭവങ്ങളെ, അനുഭവങ്ങളെ കാണുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. ഇപ്പോ വീടുകളിൽ സാധാരണ മനുഷ്യനാണല്ലോ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എപ്പോഴും സാധാരണ മനുഷ്യനാണ്. പലപ്പോഴും നമുക്ക് കാണാം അദ്ദേഹം പുകവലിക്കുന്ന നമ്മൾ പറയുമ്പോൾ തന്നെ അദ്ദേഹം ബീഡിയാണ് അവസാനം വരെ വലിച്ചിരുന്നത്. അങ്ങനെയുള്ള ചില പ്രത്യേകതകൾ, അത് ഒരു മഹാത്മയായിട്ട് ബീഡി വലിക്കുന്നത് ഭയങ്കര സംഭവം എന്നുള്ള ആൾക്കല്ല, അദ്ദേഹം ഓരോ ഘട്ടത്തിലും അതിൽ നിന്നും മാറി നടക്കാറില്ല. അങ്ങനെ സാധാരണ ജീവിതത്തിൽ പോകുമ്പോൾ തന്നെ ഇപ്പൊ സാധാരണ നമ്മൾ വീട്ടിൽ ഞായറാഴ്ചകളിലോ അല്ലാത്ത ദിവസങ്ങളിലോ ഒക്കെ പിരിവുകാർ വരുമല്ലോ, പലതരം പിരിവുകാർ വരും. പ്രത്യേകിച്ചും അമ്പലങ്ങളിലെ ഈ ക്ഷേത്രങ്ങളിലെ പുനഃപ്രതിഷ്ഠ അല്ലെങ്കിൽ ഈ ക്ഷേത്രങ്ങളിൽ പണിയിക്കുന്നതിന് ആളുകൾ വരും. അതിനെക്കുറിച്ച് അദ്ദേഹം ഒരു രസകരമായ അനുഭവം പറഞ്ഞിട്ടുണ്ട്. അതായത് വീട്ടിൽ വരുന്ന സമയത്ത് ഒരു ദിവസം ഇതുപോലെ വന്നു. അപ്പം എല്ലാ ദിവസവും ഒന്നിലധികം ആളുകൾ നിരന്തരം വരും. ഇപ്പൊ സലിംകുമാറാണ്, ഇഷ്ടംപോലെ പൈസ ഉണ്ട് പ്രതീക്ഷിച്ചാണ് വരിക. ഒരു ദിവസം ഒരു ടീം വന്നപ്പം മൂപ്പര് പറഞ്ഞു, ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ്, എല്ലാ പിരിവിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട്, ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ്, പക്ഷെ ഞാൻ ദൈവത്തിന്റെ അമ്പലം കെട്ടാൻ പണം തരില്ല, അല്ലെങ്കിൽ പുനഃപ്രതിഷ്ഠ എന്ന് പറഞ്ഞ ക്ഷേത്രത്തിന്റെ ഈ കെട്ടിടങ്ങൾ കെട്ടാൻ ഞാൻ പണം തരില്ല എന്ന് പറയും. അപ്പൊ അവർക്ക് എന്തിനാ ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ എനിക്കൊരു നല്ല വീടുണ്ടാക്കി തരണേ എന്ന് പറഞ്ഞിട്ടാണ്. നമുക്ക് വീടുണ്ടാക്കി തരുന്ന ദൈവത്തിന് ഞാൻ വീടുണ്ടാക്കാൻ പൈസ കൊടുക്കുന്ന പറഞ്ഞാൽ ദൈവം എന്നോട് എന്തുമാത്രം ശോഭിക്കും, അത് ദൈവത്തിന് എന്തുമാത്രം ഇഷ്ടക്കേടായിരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഞാൻ അതുകൊണ്ട് ഇതിന് പണം തരില്ല, ദൈവത്തിന് വേണ്ടി വേറെ എന്തെങ്കിലും തരാം, ദൈവത്തിന് അമ്പലം പണിയാൻ പണം തരില്ല എന്ന് പറഞ്ഞൊരു അനുഭവമുണ്ട്. ഇതുപോലെയാണ് അദ്ദേഹം ഓരോ സംഭവങ്ങളെയും കണ്ടിരുന്നത്. അത് സിനിമയിൽ വരുമ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങൾ, സാധാരണ ജീവിതത്തിലെ കാര്യങ്ങൾ, കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളാൻ സംവിധായകനും തിരക്കഥാകൃത്തും മനസ്സിൽ കണ്ടതിനപ്പുറത്തേക്ക് ഉയർത്തുന്ന രീതിയിൽ ആവിഷ്കരിക്കാൻ അദ്ദേഹത്തിന് കഴിയും. അതുപോലെ ഒരുപാട് കഥാപാത്രങ്ങളിൽ അദ്ദേഹം തന്റേതായ അനുഭവങ്ങളെ ചേർത്ത് വെച്ച് ഗംഭീരമായ കഥാപാത്രങ്ങളായി മാറിയതും നമുക്കറിയാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു വ്യത്യസ്ത വീക്ഷണം, ഞാനിത് ഒരു ഉദാഹരണം പറയണം, അങ്ങനെ ഒരുപാട് വ്യത്യസ്ത വീക്ഷണം അദ്ദേഹം പുലർത്തിയിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായും മധുവാണ് അദ്ദേഹത്തെ അനുസ്മരിച്ചത്. മധുവിന് ഒരുപാട് അനുഭവങ്ങൾ സലിംകുമാറുമായി ചേർത്ത് വെക്കാനുണ്ട്. മധുവിൻ്റെ ഒരു പുസ്തകവും പ്രേക്ഷകർ സലിംകുമാറിൻ്റെ ജീവിതത്തെ അടയാളപ്പെടുത്തി വായിച്ചതാണ്. ഒരു ലുക്കിൽ നിന്നേ ഉള്ളൂ ഭയങ്കര ബുദ്ധിയാണ് സലിംകുമാർ ഫലിതങ്ങളുടെ പുസ്തകം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏടുകൂടിയാകും അദ്ദേഹത്തെ ഓർത്തെടുക്കുമ്പോൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.